എന്തിനാണ് ഈ വഖഫ് എന്നുള്ള പേരിൽ കണ്ട സ്ഥലങ്ങളെല്ലാം ഇവരെന്തിനാണ് കൈയേറുന്നത്? ഇതിനേക്കാളും നല്ല സൂപ്പർ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം സ്വർഗ്ഗത്തിൽ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ എന്താണ് അത് വേണമെന്ന് പറയുന്നത്? ബാക്കിയുള്ള സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം ഞങ്ങൾക്ക് ഹറാമാണ്. ഞങ്ങൾക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം മദ്യപ്പുഴ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിലെ മദ്യം വേണ്ട. പിന്നെ തേനൊഴുകും, പാലൊഴുകും, മറ്റേ സുന്ദരികളുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. അപ്പോൾ അത്രയും സ്ഥലങ്ങളും നല്ല നല്ല വീടുകളും സൗകര്യങ്ങളും ഉള്ളപ്പോഴത്തേക്കും ഈ ഭൂമി കിടന്നുകൊണ്ട് എന്തിനാണ് വല്ലവൻ്റെ സ്വത്തിനും ഭൂമിക്കും വേണ്ടിയിട്ട് ഈ മൽപ്പിടുത്തം നടത്തുന്നത്? എന്തിനാണ് ഒരു വഖഫ്? നിങ്ങൾക്ക് ഇതിലും നല്ല സെറ്റപ്പ് മേളിൽ കിട്ടുമല്ലോ. അതെ, ബംഗാൾ കലാപം ഈ വിഷയത്തെക്കുറിച്ച് എത്ര യൂട്യൂബേഴ്സ് ചർച്ച ചെയ്തു, പോട്ടെ എത്ര പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇത് ചർച്ചയാക്കാത്തത്? സുനിത വില്യംസ് എന്നും പറഞ്ഞുകൊണ്ട്, സുനിത വില്യംസ് അല്ലല്ലോ, സുനിത ദേവദാസ്, മാറിപ്പോയി. സുനിത ദേവദാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബറുണ്ട്. പുള്ളിക്കാരി നാഴികയ്ക്ക് 40 വട്ടം നരേന്ദ്രമോദിനെ, RSSനെ, BJPനെ എല്ലാം കുറ്റം പറയുകയാണ് പുള്ളിക്കാരിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഇപ്പം എന്താ അവർ മിണ്ടാത്ത? ഇനി സുഖമില്ലാതെ വല്ല ഇരിക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനി സുഖമില്ലായ്മയാണെങ്കിൽ പോലും ഉർവശി ശാപ ഉപകാരം എന്നുള്ള രീതിയിലായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോ ചെയ്യുവാണെങ്കിൽ ഈ ബംഗാളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവരുടെ സബ്സ്ക്രൈബേഴ്സും ഇവരുടെ വ്യൂവേഴ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുനിത ചേച്ചിയുടെ വ്യൂവേഴ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് ആ ഒരു പക്ഷത്തോടാണ് കൂടുതൽ ചായ്വ് എന്നുള്ള കാര്യം അത് പച്ചയായ സത്യമാണ്. അപ്പോൾ ഈ സുനിത ചേച്ചി വീഡിയോ ഇട്ടിട്ട് 1 മാസം മിച്ചത്തോളം അങ്ങാണ്ടായിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഓരോരുത്തരും ഏതൊക്കെ വിഷയത്തിൽ പ്രതികരിക്കണം വേണ്ടാന്നൊക്കെ ഉള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. വേറൊരു പ്രമുഖ യൂട്യൂബറും കൂടി ഉണ്ടേ. പുള്ളിയുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, ഞാൻ ഇടയ്ക്കൊരു ക്ലൂ കാണിക്കാം. പുള്ളിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു സ്കൂളിൽ ഒരു ഹോമം നടത്തിയല്ലോ. ഹോമം നടത്തിയപ്പോൾ അതിനെതിരെ ഭയങ്കര പ്രതികരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു പ്രാവശ്യം എന്തായിരുന്നു ഈ ശിരോവസ്ത്രം, അതിൻ്റെ പേരെന്താ, ബുർക്കയോ അല്ല, പള്ളിയിൽ പോകണമെന്ന്, അവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകണമെന്ന്, പള്ളിയിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഏതൊരു കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് പുള്ളി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ പുള്ളിക്കാരന് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ ഇല്ലയോ എന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പുള്ളി എന്തെങ്കിലും സംസാരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെപ്പോലുള്ള ആളുകൾ നരേന്ദ്രമോദിനെയും RSSനെയും BJPനെയൊക്കെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം, അവരെ വിമർശിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ വിമർശിക്കുന്നത്. അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ അല്ലെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഏകാധിപതിയാണ്, മറ്റേതാണ് മറിച്ചാണ്, അസഹിഷ്ണുതയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത്രയ്ക്ക് അസഹിഷ്ണുതയുണ്ടെങ്കിൽ ഇവർക്കെതിരെയൊക്കെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എന്താ ഇവർ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് തന്നെ സാധിക്കത്തില്ലേ? നിങ്ങൾ നേരെ മറിച്ച് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. അതായത് BJPക്ക് പകരം മറ്റേതെങ്കിലും ഒരു പാർട്ടി, ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇനി എൻ്റെ തലയും കൂടെ പോയാലോ, മനസ്സിലായല്ലോ, അവരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ എന്നിട്ട് അവർക്കെതിരെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ തന്നെ ഇരുന്നുകൊണ്ടൊന്ന് വിമർശിച്ച് നോക്കിക്കേ, എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ബംഗാളിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. നല്ല രസം അത് കേൾക്കാണ്ട്, ഞാനത് കാണിക്കാവേ. അവരുടെ തമ്പനയിൽ തന്നെ എന്താണെന്നറിയാമോ? സമരക്കാർ അറിയണം ബംഗാളിലെ സംഘസ്വപ്നം. കണ്ടോ, സംഘത്തിനെതിരെ അവർ പറയുന്നത്. എന്തോന്നടേ ഇതൊക്കെ? അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, എന്നിട്ടും ഇവരുടെ പരിപാടി സംഘത്തിനെതിരെ, സംഘം ഏതാണ്ട് പരിപാടി ഒപ്പിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. BJP നേതാക്കൾ വ്യാപകമായി ഇതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ. പക്ഷെ ആ ചിത്രങ്ങൾ പിന്നീട് ഡീബങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വേറെ എവിടെയോ നടന്ന കലാപങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ നടന്നതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം BJPക്ക് അവിടെയുണ്ട്. അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുകയാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ അവർ, അതായത് BJPക്കാർ അവിടെ പ്രശ്നം നടക്കുന്നുള്ള രീതിയിൽ അവർ പൊലിപ്പിക്കുന്നതാണ്. ആക്ച്വലി അവിടെ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അണ്ണന്മാർ പറയുന്നത്. ഇത് ആരാണ് ആക്രമിക്കപ്പെടുന്നത്? ഹിന്ദുക്കളാണെന്ന് മനസ്സിലായി. ആരാണ് ആക്രമിക്കുന്നത് അതൊന്ന് പറയാമോ? ഒന്ന് കേൾക്കാൻ കൊതിയായിട്ട് പാടില്ല. നമുക്ക് ഒന്നുകൂടെ കേട്ട് നോക്കാം, ബാക്കിയും കൂടെ കേട്ട് നോക്കാം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരു ലീഗൽ ഫൈറ്റ് മുസ്ലിം സംഘടനകളും അല്ലാത്തവരും കൂടി ചേർന്ന് സുപ്രീം കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോസിനെ പിന്തുണയ്ക്കാത്ത NDAയിൽ ഘടകകക്ഷിയായ ഒരു പാർട്ടി പോലും, NPP എന്ന പാർട്ടി, മണിപ്പൂരിൽ നിന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്നാണെന്നറിയോ, ഇവർ സ്വർഗരാജ്യം ഉണ്ടെന്നും പറഞ്ഞാണല്ലോ ഇവർ ജീവിക്കുന്നത് തന്നെ. അതായത് ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലാം, ഇവിടെ ഹറാമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ കിട്ടും, മനസ്സിലായല്ലോ. അങ്ങനെയുള്ള മദ്യപ്പുഴകളുണ്ട്, അപ്സരസുകളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നാണല്ലോ ഇവരുടെ വിശ്വാസം. അപ്പം ഭൂമിയെക്കാളും നല്ലതാണ് സ്വർഗം എന്നാണ് ഇവർ പറയുന്നത്.
അപ്പം അങ്ങനെ വിചാരിക്കുന്നവരെന്തിനാണ് ഈ ഭൂമിയിലെ എന്തിനാണ് ഈ വഖഫ് എന്നുള്ള പേരിൽ കണ്ട സ്ഥലങ്ങളെല്ലാം ഇവരെന്തിനാണ് കയ്യേറുന്നത്? ഇതിനേക്കാളും നല്ല സൂപ്പർ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം സ്വർഗ്ഗത്തിൽ കിട്ടുമല്ലോ. പിന്നെ ഇവിടെ എന്താണ് അത് വേണമെന്ന് പറയുന്നത്? ബാക്കിയുള്ള സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം ഞങ്ങൾക്ക് ഹറാമാണ്. ഞങ്ങൾക്ക് മേളിൽ ചെന്ന് കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം മദ്യപ്പുഴ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിലെ മദ്യം വേണ്ട അന്ന് പറഞ്ഞ പോലെ മേളിലാണ്ട് ചില ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കാം. വേണ്ട 100-100 കിലോമീറ്ററാണ് ഒരു മുറി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേനൊഴുകും, പാലൊഴുകും, മറ്റേ സുന്ദരികളുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. അപ്പോൾ അത്രയും സ്ഥലങ്ങളും നല്ല നല്ല വീടുകളും സൗകര്യങ്ങളും ഉള്ളപ്പോഴത്തേക്കും ഈ ഭൂമി കിടന്നുകൊണ്ട് എന്തിനാണ് വല്ലവൻ്റെ സ്വത്തിനും ഭൂമിക്കും വേണ്ടിയിട്ട് ഈ മൽപ്പിടുത്തം നടത്തുന്നത്? എന്തിനാണ് ഒരു വഖഫ്? നിങ്ങൾക്ക് ഇതിലും നല്ല സെറ്റപ്പ് മേളിൽ കിട്ടുമല്ലോ. അതാണ് എൻ്റെ ചോദ്യം. വയലൻസോടുകൂടിയുള്ള പ്രൊട്ടസ്റ്റ് അത് എല്ലാ അർത്ഥത്തിലും RSSനെയും BJP ആണോ അവിടെ സഹായിക്കുക എന്ന് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ തിക്തഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമായ പ്രതിഷേധമാണോ നടത്തേണ്ടത്, അതിലൊരു ലീഗൽ ഫൈറ്റാണോ നടത്തേണ്ടത് എന്നുള്ളത് അത് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സമരം ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യണമെന്നോ നമുക്ക് ഒരാളെയും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബുദ്ധിപരവും പക്വവുമായി ഈ സിറ്റുവേഷൻ നേരിടേണ്ടത് സമകാലിക ഇന്ത്യയിൽ വളരെ അനിവാര്യമാണ്. കാരണം അതായത് ബുദ്ധിപരമായിട്ട് മുമ്പോട്ട് പോകണമെന്ന്, അതായത് അവിടെ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധി ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് എന്തായാലും കറക്റ്റ് കാര്യമാണ് കേട്ടോ. പ്രക്ഷോഭങ്ങൾ തടുത്തു നിർത്തുക എന്നത് എന്തുമാത്രം സാധ്യമാണെന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മാത്രമോ പ്രത്യേക സംഘടനകളോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോ മാത്രമായി നടത്തുന്ന സമരമാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ ആലോചിക്കാം. പക്ഷേ ഇത് രാജ്യത്താകമാനം വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ നിയമ ഭേദഗതി അങ്ങേയറ്റം പ്രൊവോക്കിംഗ് ആണ്. ഇവർ ഈ പ്രത്യേക സംഘടനകൾ എന്ന് പറയുന്നതല്ലാതെ ഏതാണ് ഈ പ്രത്യേക സംഘടനകളെന്ന് പറയുന്നില്ല. അതിട്ട് ഇവർ വായിന്ന് വീഴുമെന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു പള്ളി അല്ലെങ്കിൽ ആ പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് അല്ല, സർക്കാരിൻ്റെതാണ് എന്നൊരാൾ ആക്ഷേപം ഉന്നയിച്ചാൽ അതിൽ കളക്ടർക്ക് ആവശ്യമായ സമയമെടുത്ത് തീർപ്പുണ്ടാക്കാം. അതുവരെ എന്തായിരിക്കും? ഫ്രീസായിരിക്കും, ആർക്കും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്വഭാവത്തിലൊരു നിയമമാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾ പലായനം ചെയ്യപ്പെടുന്നു, വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, വലിയ തോതിൽ ഹിന്ദു വീടുകൾ അഗ്നിക്കിരയാക്കുന്ന വ്യാജ വിവരങ്ങൾ, പശ്ചിമ ബംഗാളിൽ അല്ലാത്തതുമായിട്ടുള്ള ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫുകളും പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ കൊണ്ടുവന്ന് നമ്മളത് തിരുത്താൻ പോവുകയാണ്. ഭൂമാഫിയായിരുന്നു വഖഫ് ബോർഡ്, നമ്മളതിനെ അവസാനിപ്പിക്കുകയാണ്, എന്നും കൊള്ളയടിക്കാമെന്ന് പറഞ്ഞാൽ ആ വ്യാമോഹം അവസാനിക്കുകയാണെന്ന് പറഞ്ഞ് അതിലേക്ക് പരമാവധി. അപ്പോൾ എന്താണ് ആളുകൾ കാണേണ്ടതാണ്? ഭൂമാഫിയയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സ്വത്തടിച്ചെടുക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയുള്ള സമരവും അക്രമവും നടക്കുകയാണെന്ന് നിലയ്ക്കല്ലേ കാണേണ്ടത്? ഇത് സത്യാവസ്ഥയല്ലേ? ഷെടാ ഉള്ള സ്വത്തെല്ലാം അടിച്ചുകൊണ്ട് പോവില്ലേ? സത്യാവസ്ഥയല്ലേ? ഇവന്മാർ സമ്മതിക്കണം കേട്ടോ. ഞാൻ ജയിച്ചില്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ നിങ്ങളുടെ താലിമാല കൊണ്ടുപോകും പോലെയുള്ള വ്യാജങ്ങൾ ചേർത്തുകൊണ്ടുള്ള സംഗതികൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. നമ്മുടെ ഗതികേടാണത്. എൻ്റെ പൊന്നെണ്ണ, അത് സത്യാവസ്ഥയാണ്. BJP സർക്കാരല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇതൊക്കെ മാറി പറഞ്ഞേനെ. ഈ പറഞ്ഞ പോലെ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സോ ആർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പോലും ഒക്കത്തില്ല. കഴിഞ്ഞു കേട്ടോ, ഇവരുടെ പരിപാടി കഴിഞ്ഞ്. പക്ഷേ ഈ സംസാരത്തിനിടയ്ക്ക് ഒരു സ്ഥലത്ത് പോലും ഇതാരാണ് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇവർ പറയത്തില്ല, നമുക്കറിയാമായിരുന്നു. പിന്നെ എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയെന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വഖഫിൻ്റെ സ്ഥാനത്ത് ദേവസ്വം ബോർഡായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ദേവസ്വം ബോർഡിന് ഇഷ്ടമുള്ളൊരു ഭൂമി കണ്ടിട്ട് ഇത് ഞങ്ങളുടെ പേരിലോട്ട് ആണ് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉടമസ്ഥൻ നേരത്തെ ഞങ്ങളോട് ഇത് ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയാണെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഉടനെ അത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായി. ഇനി അയാൾക്ക് കോടതിയിൽ പോകാനൊക്കത്തില്ല. പക്ഷേ ഇയാൾ കേസ് നടത്തണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ വന്നിട്ട് അവർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. എന്നായിരുന്നെങ്കിൽ ഇവരിതൊക്കെ എങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു? ഇവർ നേരെ തിരിക്കുമല്ലായിരുന്നോ?